ഓക്കെ അച്ചു, മുടി ഷോർട്ടാക്കല്ലേ. ഓക്കെ ബൈ. അച്ചു എന്നോട് പറഞ്ഞു മുടി ഷോർട്ട് ചെയ്യുന്നു, പക്ഷെ ഇപ്പൊ ഈ അവസ്ഥ കാണുമ്പോ എന്തായിരിക്കും? ഏത് ചർച്ചിലാ ശരിക്കും പറഞ്ഞാൽ ഇത് പോകുന്നേന്ന് ചോദിച്ചു. ഇതാണ് ഗ്രീൻ കളർ. എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി സൺഡേ ടു ഓൾ. ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് കരുതി. എപ്പോഴും ഭയങ്കര ബിസിയിലായിരിക്കും സൺഡേ പോകുന്നത്. ഇന്ന് 10:30 11 o'clock-നാണ് നമ്മുടെ ചർച്ച്. ഏത് ചർച്ചിലാണ് ശരിക്കും പറഞ്ഞാൽ ലിൻഡു പോകുന്നതെന്ന് ചോദിച്ചു. ഞാൻ എല്ലാ ചർച്ചിലും പോകും, ഇന്ന ചർച്ചൊന്നുമില്ല. ഇന്ന് ഹിൽ സോങ്ങിലാണ് പോകുന്നത്. അപ്പം പിള്ളേർക്ക് സൺഡേ സ്കൂൾ ഉണ്ടായത് കാരണം 10:45 ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തണം, കാരണം രജിസ്റ്റർ ചെയ്യണം. 11 o'clock-ന് സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ ലിവിക്കുണ്ടെയും കൂടെ കുളിപ്പിച്ച് സെറ്റ് ആക്കണം. ഇച്ചു റെഡി ആയോ? ഇച്ചിന്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? കുറേ പേര് എന്നോട് മെസ്സേജിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കാരിയുടെ ഡിസൈൻസ് ആണ്. സോ ഇച്ചുവിനും ഉണ്ട്, അതുപോലെ തന്നെ എനിക്കും ഉണ്ട്. ഞാൻ ഇന്ന് ചർച്ചിൽ ഇടാനിരിക്കുന്നത് ഈ ഡ്രസ്സാണ്. ഞങ്ങൾ രണ്ടുപേരെ അവരുടെ ലോഗോ കണ്ടോ? ഈ ഒരു ബ്രാൻഡിങ് ക്ലോത്തിന് ഒരുപാട് അധികം പ്രത്യേകതകളുണ്ട്. അത് ഞാൻ വെബ്സൈറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇവരുടെ നിനക്കും വേണോ? നിനക്കായിട്ടില്ല, നിനക്ക് പുതിയ കളക്ഷൻസ് ക്യാരി ചെയ്ത് വരുമ്പോൾ തരാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇച്ചുമണിക്ക് മാത്രമാണ് ഇപ്പം ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. പുതിയ ബ്രാൻഡാണ്, മലയാളീസ് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവരെ കുറേ ഡിസൈൻസ് എനിക്കും ഇച്ചുമണിക്കും അയച്ചു തന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നായി കാണിക്കാം. അപ്പോൾ ചർച്ചിൽ പോകുന്ന വിശേഷങ്ങളും കൂടെ ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. ഓഫീസ് വെയർ ഒരുപാടുണ്ട്, പിന്നെ ഭയങ്കര കംഫർട്ടബിൾ ആണ്, കോട്ടൺ ആണ്. അത് ചർച്ചിലെ വിശേഷങ്ങൾ കാണാം. പിള്ളേരെ ആദ്യം തന്നെ ഒരുക്കി സൺഡേ സ്കൂളിൽ വിട്ട് അപ്പോഴത്തേക്ക് ഞാൻ റെഡി ആയിട്ട് ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഞാൻ നേരത്തെ കാരി എന്നല്ലേ പറഞ്ഞത്, ഇത് കരി എന്നാണ് കേട്ടോ എക്സാക്ട്ലി പറയുന്നത്. ഇത് കരിമഷിയുടെ കരി. ഞാൻ ഇന്നും കൂടെ ഡബിൾ ചെക്ക് ചെയ്തു അവരുടെ അടുത്ത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന്. നമ്മുടെ ഈ എലിഫൻ്റ് അല്ലേ, അതിൻ്റെ പര്യായമാണ്. അങ്ങനെയാണ് അവരിട്ടിരിക്കുന്നത്. 2 വർഷമായിട്ടുള്ള അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് അവരുടെ ബിസിനസ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. നല്ല മെറ്റീരിയൽസാണ് എല്ലാം. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പേ മമ്മി നല്ല അടിപൊളി പ്രോൺസ് ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ നേരെ തന്നെ ഞങ്ങൾ പള്ളിയിലെത്തി. എന്തൊക്കെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ചർച്ച മുടക്കില്ല കേട്ടോ. അത് മമ്മി പഠിപ്പിച്ചൊരു ശീലമാണ്. ബ്ലെസ്ഡ് ആയിട്ടുള്ള സർവീസും ആയിരുന്നു. ഇച്ചു എങ്ങനെയുണ്ട്? സർവീസ് എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. നല്ലത്. ഇച്ചുടെ ഡ്രസ്സ് എങ്ങനെയുണ്ട്? എല്ലാം നല്ലതാണ്. ഞങ്ങൾ രണ്ടുപേരും ഇട്ടിരിക്കുന്നതുണ്ടല്ലോ. ഈവൻ ഇച്ചുവിൻ്റെ ആയാലും എൻ്റെ ആയാലും ഒരുപാട് കളക്ഷൻസ് അവർക്ക് വന്നിട്ടുണ്ട്. ഡിഫറെൻറ്റ് സൈസസ് അവൈലബിൾ ആണ്. പേജും അതുപോലെ തന്നെ അവരുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ചെക്ക് ചെയ്യുക ഗൈസ്. അപ്പം മമ്മിയുടെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ സൺഡേ അടിച്ചു പൊളിക്കാനാണ് പ്ലാന്. പിള്ളേർക്കും അച്ഛനും ഒക്കെ ചിക്കൻ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. ഞാൻ ഈ വൈറ്റ് പീസ് ബോൺലെസ് മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെ അതൊക്കെ ഫ്രൈ ചെയ്ത് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ MNS പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി. പിള്ളേർ യൂണിഫോമും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നേരെ പിള്ളേരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അച്ചുവും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. അച്ചുവാണ് ഇതിൻ്റെ ഉസ്താദ്. അവർക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് അച്ചുവിനറിയാം. അതെല്ലാം കളിപ്പിച്ച് അവരെ ഹാപ്പിയാക്കും. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ലിൻഡുവിന് എത്ര മക്കളാണുള്ളതെന്ന്. എൻ്റെ വ്ളോഗ് കാണുന്ന മിക്ക ആളുകൾക്കും അറിയാം എനിക്ക് ലെവിക്കുട്ടനേ ഉള്ളൂ മോനായിട്ടെന്ന്. പിന്നെ ഇച്ചുമണീനെ ഞാൻ പണ്ട് തൊട്ടിട്ട് ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ചെറുപ്പം തൊട്ട് ഇച്ചുമണി എൻ്റെ കൂടെയാണ്. കാരണം ഇച്ചുമണിയും ഷീമോനും തമ്മിൽ എക്സാക്ട്ലി 1 year ഡിഫറൻസ് ആണുള്ളത്. ഇച്ചുമണി ഉണ്ടായത് April 18th. നെക്സ്റ്റ് April 1st ആയപ്പോഴത്തേക്ക് ഷീമോൻ ഉണ്ടായി. അത് കാരണം ഞങ്ങളുടെ കൂടെയായിരുന്നു ഇച്ചു ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത്. അതുപോലെ തന്നെ അപ്പൂസും കേട്ടോ. ഷീമോനെ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അധികം അവൻ്റെ കൂടെ കളിക്കാനൊന്നും പറ്റാതിരുന്നത്. കാരണം ബാക്കി 2 പേരും മമ്മീൻ്റെ ഡാഡിയും ഞങ്ങളുടെ പെറ്റായിരുന്നു. ഷീമോൻ ഇപ്പോഴാണ് ഭയങ്കരമായിട്ട് ക്ലോസ് ആവാൻ തുടങ്ങിയത്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് വേറൊരു ക്വസ്റ്റ്യനാണ്. ലിയ എൻ്റെ സ്വന്തം സിസ്റ്ററാണ്. അതെ, എൻ്റെ സ്വന്തം അക്കയാണ്. ഞങ്ങൾ 3 മക്കളാണ്. ആദ്യമായിട്ടാണ് എൻ്റെ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ അവരോട് ഒന്നും കൂടെ പറയാണ്, എൻ്റെ മൂത്ത ചേച്ചിയുടെ 3 മക്കളാണ്. അപ്പു, ഇച്ചുമണി, ഷീമോൻ. ഞാൻ രണ്ടാമത്തെ ആളാണ്. എനിക്ക് ലെവിക്കുട്ടനാണുള്ളത്. ഇളയത് എനിക്കൊരു ബ്രദറായിരുന്നു. ബ്രദർ മരിച്ചുപോയി, ഇപ്പം 7 വർഷം ആകാൻ പോകുന്നു. മോനിക്കുട്ടൻ എന്നാണ് വിളിക്കുന്നത്.
അപ്പം ഇതാണ് ഞങ്ങളുടെ ഫാമിലി. ഡാഡിയും മമ്മിയും എൻ്റെ അടുത്തും കുറച്ച് നാൾ നിൽക്കും, അക്കയുടെ അടുത്ത് നിൽക്കും. അക്ക ലെസ്റ്ററിലാണ്, അതായത് ലണ്ടനിൽ നിന്നൊരു 2.5 hours ഡ്രൈവ് ചെയ്യണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് നിൽക്കുന്നത്. പിള്ളേർ 3 പേരും അവിടെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അവർക്ക് മിസ്സിങ്ങാണ്. ലിവിക്കുട്ടനാണെങ്കിലും പിള്ളേരെന്ന് വെച്ചാൽ ജീവനാണ് കേട്ടോ. അങ്ങനെ അത്യാവശ്യം കളികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബൗളിങ്ങും കൂടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ലെവിക്കുട്ടിനും പിള്ളേരൊക്കെ സൂപ്പർ ടൂപ്പർ ടയേർഡായി. അവർക്ക് നല്ല എനർജി ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ലെവിക്കുട്ടിന് എനിക്കൊന്നും ഇപ്പോൾ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് കാരണം പെട്ടെന്ന് ടയേർഡ് ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നേരെ ഞങ്ങൾ കാസ്പാസിൽ പോകാനാണ് പ്ലാൻ ഇട്ടത്. പിന്നെ അടുത്ത് തന്നെ ക്രീംസ് ആയതുകൊണ്ട് അവിടെ വന്ന് എല്ലാവർക്കും വാഫിൾസും അതുപോലെ തന്നെ ഐസ്ക്രീംസ് എല്ലാം മേടിച്ചു കൊടുത്തു. അവർ ഹാപ്പിയായി. ഞങ്ങളുടെ ഫേവറേറ്റാണ്, ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റാണ് വാഫിൾ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് നാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 വർഷത്തിന് ശേഷം ഞാൻ മുടി വെട്ടാൻ പോവാണ്. കൂട്ടത്തിൽ കളർ ചെയ്യാനും. ഇത്രയും നാൾ ചെയ്യാതിരുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഫീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ ചെയ്യാതിരിക്കുക, നല്ലതായിരിക്കും. കാരണം കുട്ടികൾക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് കളറിൻ്റെ എന്തെങ്കിലും അലർജി വന്നു കഴിഞ്ഞാൽ പ്രശ്നം പാളിപ്പോകും. പിന്നെ മുടി വെട്ടാതെ ഞാനിരുന്ന് എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുടി വെട്ടാൻ നേരത്തെ കളർ ചെയ്യാനും കൂടെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ അതിരാവിലെ ഞാൻ എണ്ണിച്ചു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലെവിക്കുട്ടിനെ എണ്ണിച്ചിട്ടില്ല. പിന്നെ കുറേ നേരം കാണാതിരിക്കും, കുറച്ച് 2-2.5 മണിക്കൂറോളം എടുക്കും. ലെവിക്കുട്ടിനും സങ്കടമാവും, മമ്മി ഡാഡിയൊക്കെ ഉണ്ട്, എന്നാലും അവന് വിഷമം വരണ്ട എന്ന് കരുതി രാവിലെ തന്നെ പണി തീർക്കുകയാണ്. പിന്നെ ഞാൻ ഒരു ഷോപ്പിലേക്കല്ല പോകുന്നത്, നമ്മുടെ പുഷ്പയുടെ അടുത്തോട്ടാണ്. പുഷ്പയ്ക്കും 2 കുട്ടികളുണ്ട്, ട്വിൻസാണ്. അവർക്ക് സ്കൂളില്ലാത്തത് കാരണം അവർ എണ്ണിക്കുന്നതിൻ്റെ മുമ്പേ ഈ മുടിയുടെ പരിപാടികളെല്ലാം തീർക്കാമെന്ന് കരുതി. അപ്പോൾ മമ്മിക്കും ഡാഡിക്കും ഞാൻ കളർ ചെയ്യുന്ന പരിപാടി അറിയില്ല കേട്ടോ. അവർക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് ഈ കളർ ചെയ്യുന്നത്. പക്ഷേ എന്നാലും അവർക്കൊരു സർപ്രൈസ് കൊടുത്തിട്ടായിരിക്കും ഇന്നത്തെ ഹെയർ കട്ട്. എന്താണെന്നുള്ളത് പുഷ്പയോട് ചോദിക്കണം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ ഗൈസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം മുടി വെട്ടുന്നത് കൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ ഒരു കട്ടൻ കാപ്പിയും അതുപോലെ തന്നെ കാറിൻ്റെ കീ എടുത്തിട്ട് ഞാൻ ഇറങ്ങുകയാണ്. രാവിലെ നല്ല ഭംഗിയുണ്ടല്ലേ ഇവിടെ കാണാൻ. 6 മണിയായപ്പോഴത്തേക്ക് എണ്ണിച്ച് കുളിച്ചു, ഡ്രൈ ചെയ്തില്ല. എന്തായാലും അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മുടി നനയുമല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുളിച്ച് സെറ്റായി പോയതാണ്. ഓക്കെ, അപ്പോൾ ലേറ്റ് ആക്കുന്നില്ല. അവിടെ പിള്ളേർ ഉണരുന്നതിൻ്റെ മുമ്പേ, ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ഉണരുന്നതിൻ്റെ മുമ്പേ, കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അക്കടെ കുട്ടികളും ഉണ്ട്, ഉണരുന്നതിൻ്റെ മുമ്പേ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ. ഓക്കെ ഉണ്ടല്ലോ. ഞാനീ 2.5 വർഷമായി മുടി കട്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയിൽ വന്നില്ല. 2.5 വർഷം ഞാൻ കളർ ചെയ്തിട്ട് ലെവിക്കുട്ടനായിട്ട് ഞാൻ പോയിട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ സ്പോട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല ട്രാഫിക് ആയിരുന്നു രാവിലെ തന്നെ. അത് ബൈ അച്ചു. ഓക്കെ അച്ചു, മുടി ഷോർട്ടാക്കല്ലേ. ഓക്കെ ബൈ. ഹലോ. എല്ലാരോടും ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത്ര രാവിലെ, എന്താണ് പിള്ളേർ ഉണ്ണിക്കുന്നതിന്റെ മുമ്പെയാണ് പരിപാടി. ഒരുപാട് നാളായില്ലേ കണ്ടിട്ട്. 1 year. മോനെ എത്ര 1 year 2 months ആകുമ്പോഴും. ഞാൻ ആകെ മൊത്തം കൺഫ്യൂസ്ഡ് ആയിരുന്നു ഏത് കളർ ചെയ്യണമെന്ന്. പിന്നെ എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പുഷ്പ ഒരുപാട് കളറ് പറഞ്ഞു. അപ്പം ഞാനൊരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി. എന്തായാലും ഇനിയിപ്പോൾ അടുത്ത കൊല്ലം അടുത്ത കളറ് ചെയ്യത്തുള്ളൂ. അപ്പം ഞാൻ കരുതി ഒന്ന് ഇച്ചിരി കളർഫുൾ ആയിക്കോട്ടെ എന്ന് കരുതി. ആദ്യം ഞാൻ പച്ച കളർ ഉണ്ടോ എന്നാണ് നോക്കിയത്. ചുമ്മാ ഇതാണ് കേട്ടോ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. അതാണ് ഈ കളർ. ഇത് ഏതാണെന്നുള്ളത് ഞാൻ എക്സാക്ട്ലി കാണിച്ചു തരാം. പറഞ്ഞിരുന്നതിനെക്കാട്ടി നല്ലതാണ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഇതാണ് ഞാൻ ചെയ്തത്. അങ്ങനെ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെയർ കട്ടാണ്. സ്റ്റെപ്പ് വിത്ത് ലെയർ കട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം, അതായിരിക്കും ബെറ്റർ. ഞങ്ങളുടെ ഹെയർ കട്ട് കഴിഞ്ഞു ഗൈസ്. ഞാൻ മൊത്തത്തിലുള്ളത് പിന്നീട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പം രാവിലെ ഇപ്പോൾ ഇവിടെ സമയം 8:30 അപ്പോൾ ദേ ചായയും ബിസ്ക്കറ്റും. ഇതെന്ത് ബജിയാ? ബനാനയുടെ അല്ലേ? ബ്രെഡ് ടോസ്റ്റും പാവം കൊണ്ടു തന്നിട്ടുണ്ട്. പുഷ്പ എന്താ ചായ കുടിക്കുന്നത്? പുഷ്പ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നോ? പിള്ളേരെ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ വീട്ടില് ഇരിക്കുകയാണ്. എവിടെ കറങ്ങാൻ പോണില്ല? പോന്ന് വെച്ച് അപ്പളേക്കും കണ്ടില്ലേ നമുക്ക് ഇവിടെ നമ്മുടെ ലണ്ടനിൽ നടക്കുന്ന കാര്യങ്ങൾ, അത് കാരണം പേടി. അതെ, പോണം. 1 വീക്കിന് വേണ്ടി എവിടെയും പോണം. നല്ല, പക്ഷെ വെതറും അത്ര നല്ലതല്ല, അതാണ്. അപ്പൊ പുഷ്പ പിന്നെയും ബാക്ക് വന്നിരിക്കുകയാണ് എന്റെ വ്ളോഗിലൂടെ. അതെ, അല്ല വ്ളോഗൊന്നും എടുക്കണില്ലേ ഇപ്പൊ? സമയം കിട്ടുന്നില്ല. സത്യം വലിയ ആഗ്രഹമുണ്ട് എനിക്ക് ചെയ്യണം, ഭയങ്കര ഇഷ്ടമാണ്. എന്താ ചെയ്യാ, ഒത്തിരി നമ്മളറിയാം കുട്ടികൾ വളരുന്നതോടെ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുന്നു, കാര്യങ്ങൾ ഒത്തിരി
എന്നിട്ട് ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നറിയോ, ചെറിയ റീൽസ് എടുത്തിട്ട് എല്ലാവരുടെയും കൂടി ഒന്ന് ഇപ്പൊ നല്ല ബെറ്ററായി ലിപ്സിങ്കും കാര്യങ്ങളും ഒക്കെ. അത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ഒരു അമ്മയായി കഴിയുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് നമ്മുടെ ലൈഫിൽ നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെച്ചു. ഞാൻ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്ന 2.5 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ കളർ ചെയ്യുന്നതെന്ന്. ബിക്കോസ് ഓൾമോസ്റ്റ് എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പക്കയാണ്. നെയിലിന്റെ കാര്യം ഞാൻ നന്നായിട്ട് ചെയ്യും, പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ നെയിൽ ചെയ്തിട്ടില്ല. പക്ഷെ പണ്ടൊക്കെ ഇതൊക്കെ ഒരു തീരാൻ നോക്കിയിരിക്കും ഞാൻ, പിന്നെ ഒന്നും കൂടെ ഒന്ന് ഫിക്സ് ചെയ്യാൻ. പക്ഷെ ഇപ്പം ആസ് യൂഷ്വൽ എല്ലാ അമ്മമാരെയും പോലെ ഞാനും ബിസിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് എന്താണ് ചെയ്യാൻ പോകുന്നത്, കളർ ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് കഴിച്ചു തീർക്കട്ടെ. കൂടുതൽ വിശേഷങ്ങൾ സ്കൂൾ പാവം എനിക്ക് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഗൈസ് ജിമ്മിനൊക്കെ പോയത് കൊണ്ട് ഞാൻ അങ്ങനെ 2 കിലോ കുറഞ്ഞിരിക്കുന്നു. പോയ ആ ആഴ്ച 2 കിലോ കൂടി. പിന്നെയാണ് മനസ്സിലായത് മസിൽസൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് അഴിഞ്ഞ് നമ്മുടെ വെയിറ്റ് ഒക്കെ കൂടി പിന്നെയും ബാക്ക് ടു ഫോമിലേക്ക് ടൈറ്റൻ ആവത്തുള്ളൂ എന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ 2 കിലോ കുറഞ്ഞിട്ടുണ്ട്. 2 കിലോ കുറഞ്ഞു ഗൈസ്. അപ്പോൾ ഇനിയും കിലോ കുറയ്ക്കാനുള്ള പരിപാടി ഉണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ റെസ്പോൺസിബിൾ മദർ ആയതുകൊണ്ട് പിള്ളേരുടെ ബാക്കിൽ ഓടുക. അവൻ വാക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ക്രോളിംഗ് ഒന്നുമില്ല. ഓടാനുള്ള സ്റ്റാമിന നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം ജിമ്മിനൊക്കെ പോയേ പറ്റുള്ളൂ അല്ലേ. പഴയ പോലെ ഒന്നല്ല, നമ്മൾ പോയേ പറ്റുള്ളൂ ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനി കളർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അച്ചു എന്നോട് ഒരേ ഒരു കാര്യം പറഞ്ഞുള്ളൂ, എന്താണ് മുടി ഷോർട്ട് ചെയ്തിരുന്നു. അതെ വെച്ചിട്ടുണ്ട്, ഷോർട്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പക്ഷെ അച്ചുവിന് മുടി ഇഷ്ടമാണ്. അച്ചുവിന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ആൺപിള്ളേർക്ക് എല്ലാവർക്കും മുടി എന്ന് പറയുന്നത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല മുടിയാണെങ്കിൽ അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതാണ് കേട്ടോ. ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് എനിക്കൊന്ന് ഫീഡിങ് ഇങ്ങനെ കുറയാൻ തുടങ്ങിയപ്പോൾ മുടി ഊരാനും തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പ്ലാൻ ഇട്ടത്. അപ്പോൾ സക്സസ്ഫുള്ളി കളറും കൂടെ ചെയ്തതിന് ശേഷമാണ് ഇവിടെ മിക്സിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. പുഷ്പജി അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താ ചെയ്യാൻ പോണേ? ഇത് ഞാൻ ബ്ലോണ്ടർ എന്തൊക്കെ ചെയ്യാൻ പോകുന്നുണ്ട് അതൊക്കെ ചെയ്തതിന് മുമ്പ് ഞാനിത് തീർക്കട്ടെ കേട്ടോ. ബൈ. പുഷ്പ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഒരുപാട് പേര് പുഷ്പയുടെ ഷോപ്പ് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പുഷ്പയ്ക്ക് ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല. പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സ്ഥലത്ത്. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പേഴ്സണലായിട്ട് ഞാനിപ്പം ലൈവ്കുട്ടിനൊക്കെ ഉണ്ടായത് കാരണം വീട്ടിൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരും. പിന്നെ പുഷ്പയുടെ അടുത്തുള്ള ആൾക്കാർ മാത്രം, അല്ലാതെ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. എൻ്റെ നല്ലൊരു ഫ്രണ്ടും കൂടിയാണ്. തിക്ക് ഹെയർ ആണ്. അതുപോലെ തന്നെ തിക്ക് ഹെയറിൽ നമ്മൾ അറിയാലോ ഫോയിൽ വെച്ച് എടുക്കുന്നത് അതിന് സമയം എടുക്കും, എക്സ്ട്രാ ടൈം. തിക്നെസ് ഹെയറിന് ഡിപ്പെൻഡ് ആണ്, തിന്ന ഹെയറിന് കുറച്ച് ടൈം അങ്ങനെ. അത് കഴിഞ്ഞ് അത് അതിൻ്റെ നമ്മുടെ കളർ പിടിക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുത്തു. അതും അറിയാലോ അവളുടെ ഹെയറിൻ്റെ തിക്നെസ്സും ആയ ടെക്സ്ചറും അത് വല്ല ഇതാണ്. അപ്പൊ അത് കളർ അതിലേക്ക് ഹോൾഡ് പിടിക്കാൻ വേണ്ടി ടൈം എടുക്കും. ഹെയർ ആണ് സമയം കേട്ടോ. ലിൻഡുവിന്റെ സ്പെഷ്യൽ അറിയാലോ, ലിൻഡുവിന്റെ ഹെയർ നല്ല ഹെയർ ആണ്. അതെ, ഹെയർ എഡിറ്റർ അമ്മച്ചിയുടെ ഹെയർ ആണ്, മമ്മിയുടെ ഹെയർ ലൈക്ക് പറഞ്ഞ അത് ഞാൻ ഒരു ട്രീറ്റ്മെന്റ് നടത്താറില്ല കേട്ടോ. കാരണം മുടി നല്ലതായതുകൊണ്ട് വേറെ പരിപാടിയൊന്നുമില്ല. എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ഷാമ്പു ഉപയോഗിക്കുന്ന ഡോവിന്റെ ആണ്. പിന്നെ ഇടയ്ക്ക് ബോഡി ഷോപ്പിന്റെയും ഞാൻ ചെയ്യാറുണ്ട്. ജിഞ്ചർ ഷാമ്പു നല്ല ഹെൽത്തി ഹെയർ ആണ് കേട്ടോ. താങ്ക് ഗോഡ്. അതെ, ഇങ്ങനെയുള്ള പണിക്കൊക്കെ വരുമ്പോ കുറച്ച് സമയം നമ്മൾ പ്രതീക്ഷയിൽ വെച്ച് കൂടുതൽ എടുക്കും. മമ്മീന് അടി ഉണ്ടായാലും കുഴപ്പമില്ല, ലെവി ഓക്കെയാണ്. ഞാൻ അതാ ചോദിക്കുന്നത്. നല്ല നൈസ് കളർ വന്നിട്ടുണ്ട്. ഇനി ഇതില് പണിയുണ്ട് കേട്ടോ. ഇനി ഇതില് ഞാന് എന്റെ ഹെഡ് കാണട്ടെ. അതാ ഇത് ബ്ലോണ്ട് ചെയ്തു. ബ്ലോണ്ട് ഇതിപ്പോ ഹെയർ കണ്ടില്ലേ ഒരു കളറായി. ഇനി ഇതില് ടോണിങ് ചെയ്യണം. അത് അധികം സമയം എടുക്കില്ല. ജസ്റ്റ് ഇങ്ങോട്ട് എന്നിട്ട് ബ്ലോണ്ട് ട്രൈ ഒരു 1 hourന്റെ ഉള്ളിൽ തീരും. ഓക്കെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അധികം കഴിച്ചില്ല കേട്ടോ. ഇതിനിടയ്ക്ക് ഞാനൊരു പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, ഫേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്ത് തന്നു. അങ്ങനെ ഇതേ ഇച്ചുമണീനെ കൊണ്ടുവന്നിട്ട് അച്ചു വിട്ടു. എനിക്ക് ഇടയ്ക്ക് വിശപ്പിന് അസുഖം ഉണ്ടായത് കാരണം പുഷ്പയ്ക്ക് അറിയാം. അതുകൊണ്ട് ഒരു 11 മണിയായപ്പോഴത്തേക്ക് എനിക്ക് ചോറും പരിപ്പും മുട്ട പൊരിച്ചതും തന്നു. കുറച്ചാണെങ്കിൽ എനിക്ക് ഇടയ്ക്ക് കഴിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. അച്ഛ ഇച്ചുമണീനെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ തന്നെ ഓഫീസിലേക്ക് പോയി. ഇച്ചുവിനും അങ്ങനെ ഫ്രിഞ്ച് കട്ടൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഹെയർ കട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇച്ചുമണിയും കൂടെ വീട്ടിൽ പോയി. ഇച്ചുമണിക്ക് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ട് ഇല്ല ഇച്ചു? ഇച്ചുവിൻ്റെയും
ഫ്രിഞ്ച് കട്ടൊക്കെ നടത്തി. അപ്പം ഗൈസ് അച്ചു ശരിക്കും പറഞ്ഞാൽ ഷോക്കായിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഗ്രീൻ കളറാണ് കളർ ചെയ്തിരിക്കുന്നത് തലയിൽ നിന്ന്. അച്ചുവിന് ചെറിയൊരു ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പച്ച കളർ എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. പച്ച കളറാണോ അച്ചു കളർ ചെയ്തേന്ന് ചോദിച്ചു. കാരണം എനിക്കൊരു വട്ടുള്ളതാണ് പച്ച, എന്ത് കിട്ടിയാലും പച്ച തന്നെ വേണം. പിന്നെയും ഇപ്പം കളർ ചെയ്യാണ് പച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല. പച്ചയാണ് ഞാൻ അടിച്ചതെന്ന് പച്ചയോട് ഒരു ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ പച്ചയോട് ഭയങ്കര അഡിക്റ്റാണ് ഞാൻ. എൻ്റെ ഫേവറേറ്റ് കളർ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ പച്ചയാണോ അച്ചു അടിച്ച് എന്ന് ചോദിച്ചു. ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, വീട്ടിൽ വന്നിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരിയും കൂടി ഷോർട്ടാക്കി പുഷ്പ കയറ്റി കട്ട് ചെയ്തപ്പോൾ ഇച്ചിരിയും കൂടെ കയറിപ്പോയി എന്നും പറഞ്ഞു. അച്ചു അയക്കി ഫോട്ടോ എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. അപ്പം ഹെയർ കട്ട് പരിപാടീസ് അങ്ങനെ വളരെ വളരെ പെട്ടെന്നല്ല, ഒരു 2.5-3 hours എടുത്തു കേട്ടോ. കാരണം എൻ്റെ മുടി നല്ല തിക്കായതുകൊണ്ട് തന്നെ കളർ പിടിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് പാക്ക് ചെയ്തിട്ട് ലസ്റ്ററിലേക്ക് ഇറങ്ങുകയാണ്. നാളെ അക്കയ്ക്ക് ഡ്യൂട്ടി ഇല്ല, അതുകൊണ്ട് നാളെയും മറ്റന്നാളും അക്കയുടെയും അതുപോലെ റീച്ചാൻ്റെ കൂടെ 2 ദിവസം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സൺഡേ തിരിച്ചു വരും. ഇപ്പം നമുക്ക് ചെല്ലേണ്ടത് അച്ചുവിൻ്റെ റിയാക്ഷനും അതുപോലെ തന്നെ മമ്മിയുടെയും ഡാഡിയുടെ എങ്ങനെയാണെന്നാണ്. അച്ചുവിനെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. എനിവേ മമ്മിയോടും ഡാഡിയോടും എൻ്റെ ലെവിക്കുട്ടിനോടും ചോദിക്കാൻ കുറച്ച് നേരമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അവൻ വിചാരിക്കുന്നുണ്ടായി ഈ അമ്മ ഇവിടെ പോയി രാവിലെ എന്ന്. അപ്പോൾ കൂടുതൽ നേരം ഇവിടെ നിൽക്കുന്നില്ല, ട്രാഫിക് ബ്ലോക്ക് കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ബൈ. ഇച്ചുമണി വണ്ടിയിൽ നിന്ന് തന്നെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഈ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഉറക്കം വരുമല്ലോ. മമ്മിയുടെ ഡാഡിയുടെ റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ദേ വന്നപ്പോൾ ലിവിക്കുട്ടിന് നല്ല ഉറക്കമായിരുന്നു. അവൻ്റെ കൂടെ കുറച്ച് നേരം ഞാനും കിടന്നു ഉറങ്ങി. അപ്പോഴത്തേക്ക് അച്ചു എത്തി. ഇതാണ് ഗ്രീൻ കളർ. ഷോക്കായോ? ഷോർട്ടായോ? ആണോ? ഷോർട്ടായിട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ല. വാ. അച്ഛനെ അറിയാമായിരുന്നു എന്ന് ഞാൻ ചുമ്മാ അച്ഛനെ പറ്റിക്കാനായിരുന്നത്. എനിവേ അച്ഛൻ്റെ അത്രയെങ്കിലും റിയാക്ഷൻ കിട്ടിയല്ലോ. ഇതാരെ ഈ കപ്പ ഉടയ്ക്കാൻ നിന്നല്ലേ, അത് പറഞ്ഞുതരാം. വേറെ ആരുമല്ല, നമ്മുടെ സനക്കുട്ടനാണ്. ഞങ്ങൾ വരുന്ന സ്പെഷ്യൽ പ്രമാണിച്ച് കപ്പയും മീൻകറിയും ബീഫും എന്തൊക്കെയോ അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ട്വിങ്കിളും ചേർന്ന്. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം രാത്രി തന്നെ ലസ്റ്ററിലേക്ക് വിട്ടു. അക്കയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് രാവിലെ എത്തിയത് ഞങ്ങൾ നേരെ ഗ്രാൻഡത്തോട്ട് വന്ന് സനക്കുട്ടൻ്റെയും ട്വിങ്കിളിൻ്റെ അടുത്ത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ദിവസം പോകുന്ന അറിയത്തില്ല കേട്ടോ. ഗ്രാൻഡത്തു നിന്ന് നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ലണ്ടനിലേക്കും അവർ ലെസ്റ്ററിലേക്കും പോയി. കാരണം നമുക്ക് അയർലൻഡ് ട്രിപ്പ് ഉണ്ട്. ഞങ്ങൾ മാത്രമല്ല, മമ്മിയും ഡാഡിയും ഉണ്ട് കേട്ടോ. അവരും ഫസ്റ്റ് ടൈമാണ് അയർലൻഡിലേക്ക് വരുന്നത്. അങ്ങനെ ദേ ഞങ്ങൾ ലണ്ടനിലെത്തി, എല്ലാം സെറ്റായിരുന്നു. പാക്കിങ്ങും ബഹളമൊക്കെ ആയിട്ട് ഞങ്ങളങ്ങ് ബിസിയായി പോയി. അപ്പോൾ എൻ്റെ ഹെയർ കട്ട് അതുപോലെ തന്നെ ഹെയർ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയ വ്ളോഗിൽ അയർലൻഡ് വിശേഷങ്ങളായിട്ട് കാണാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരേക്കും ഹാവ് എ ഗ്രേറ്റ് ഡേ ഗൈസ്. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.